ഹേ സിനിഫയിൽ ഇതൊരു മൂവി അപ്ഡേഷൻ ഷോട്ടാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ അതിരടി എന്ന സിനിമയുടെ ഈ കാണുന്ന ഒരു ഗംഭീര പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഏറെ വിവാദമായ ചിത്രമാണല്ലോ ഇത് കേരള സ്റ്റോറി 2 സിനിമ. പിന്നെ ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമാണ് സിനിമ. അങ്ങനെ ഈ വരുന്ന മെയ് 8 നമ്മുടെ C5 റിലീസ് ചെയ്യുന്നതായിരിക്കും. ജയിലർ 2 ഈ കാണുന്ന ഒരു സ്റ്റില്ല് പുറത്ത് വന്നിട്ടുണ്ട്. സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഉൾപ്പെടെ നമ്മുടെ മറ്റ് താരങ്ങളുടെയൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ, ഒരു പഴയ കാലഘട്ട സീൻ ഉണ്ടാവുമെന്ന് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ശരിയാവട്ടെ. നമ്മുടെ ചാക്കോച്ചൻ അങ്ങനെ ഒരു പുതിയ വേഷത്തിൽ എത്തുകയാണ്. ഉന്മാദം എന്നാണ് സിനിമയുടെ പേര്. കിരൺ ദാസാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഷാഹി കബീറാണ് സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 7 സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ജയസൂര്യയുടെ ഓപ്പറേഷൻ ട്രയൽ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഒരു കിടിലൻ ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. അപ്പോൾ സിനിമ എന്തായാലും ഗംഭീരമാകട്ടെ. പാട്രിയോട്ട് എന്ന സിനിമയുടെ ബുക്കിംഗ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സിനിമയുടെ സെൻസറിങ് കിട്ടാത്തതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്ത. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഇന്ന ദിവസം നമ്മുടെ മധുരയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ഒരു മലയാള സിനിമ ആയിട്ട് കൂടും നമ്മുടെ കാട്ടാൻ എന്ന സിനിമയുടെ മജക്കോ മല്ലികയുടെ തെലുങ്ക് വെർഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സുനിൽ ഒരു തെലുങ്ക് നടനായതുകൊണ്ടും പിന്നെ പുള്ളിയുടെ ബേസിലാണല്ലോ പാട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് തെലുങ്ക് വെർഷൻ ആദ്യം റിലീസ് ചെയ്തത്. നമ്മുടെ ബബ്ബ ടീം വീണ്ടും റീയൂണിറ്റ് ചെയ്യുന്ന ചെറിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ റൈറ്റ് ചെയ്യുകയും നമ്മുടെ ദിലീപ് നായകനാവുന്ന ഒരു ചിത്രം വരുന്നുണ്ട്, റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ഇട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം.